ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു മണ്ടപ്പുറ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 1/4 കപ്പ് പയർ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ച് ഈ പാത്രത്തിലേക്ക് ചേർക്കാം. 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. 1/4 കപ്പ് ശർക്കര ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മണ്ടപ്പുറ്റ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് പുട്ടിന് നനച്ചെടുക്കുന്നത് പോലെ നനച്ചെടുക്കാം. എന്നാൽ കയ്യിൽ ഉരുട്ടിയെടുക്കാനും കൂടി പറ്റത്തക്ക രീതിയിൽ നനച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഇതുപോലെ നനച്ചെടുക്കാം. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം. എന്നിട്ട് നന്നായി ഉരുട്ടി അതിൽ കണ്ണും മൂക്കുമൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ വയ്ക്കാം. നിർബന്ധമില്ല, ഉരുട്ടി വെച്ചാലും മതി. എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി നമുക്ക് വയ്ക്കാവുന്നതാണ്. എല്ലാവരും ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് മണ്ടപ്പുറ്റ് ചെയ്യാൻ നോക്കണം. അപേക്ഷയുള്ളവരാണ് കൂടുതലും ചെയ്യുന്നത്. ഇത് പ്രധാനപ്പെട്ട ദേവിയുടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചും നമുക്കുണ്ടാക്കിയെടുക്കാം. ഇത് ഏത് രീതിയിൽ വേണോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.